ദോഹയിലെ ആക്രമണത്തിൽ തങ്ങളുടെ 6 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹമാസ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രത്തെയാണ് ഇല്ലാതാക്കിയതെന്ന് ഇസ്രായേലും അറിയിച്ചു. ഇന്നലെ ദോഹയിൽ നടന്ന ആക്രമണത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഭീകരർ താമസിച്ചിരുന്ന കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ പറ്റിയെന്നും ഹമാസ് സ്ഥിരീകരിച്ചു. ഇന്നലെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ തങ്ങളുടെ 6 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച ഭീകരരെയാണ് ഇല്ലാതാക്കിയതെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഭീകരർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് കാര്യമായി കേടുപാടുകൾ പറ്റി. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ പ്രധാന നടപടിയാണ് ആക്രമണമെന്ന് അമേരിക്കയും പ്രതികരിച്ചു. ഖത്തർ അമീറുമായും പ്രധാനമന്ത്രിയുമായും ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. However, eliminating Hamas, who have profited off the misery of those living in Gaza, is a worthy goal. President Trump immediately directed Special Envoy Witkoff to inform the Qataris of the impending attack, which he did. The president views Qatar as a strong ally and friend of the United States and feels very badly about the location of this attack. President Trump wants all of the hostages in Gaza and the bodies of the dead released, and this war to end now. President Trump also spoke to Prime Minister Netanyahu after the attack. The Prime Minister told President Trump that he wants to make peace, and quickly. President Trump believes this unfortunate incident could serve as an opportunity for peace. The President also spoke to the Emir and Prime Minister of Qatar and thanked them for their support and friendship to our country. He assured them that such a thing will not happen again on their soil. 15 വിമാനങ്ങളും 10 ഡ്രോണുകളും ആക്രമണത്തിന് പ്രയോജനപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു. സമാധാന നീക്കങ്ങൾക്ക് ഇസ്രായേൽ തയ്യാറാകണമെന്ന് ട്രംപ് അന്തിമ മുന്നറിയിപ്പ് ഹമാസിന് നൽകിയതിന് പിന്നാലെയാണ് ദോഹയിലെ ഇസ്രായേൽ നീക്കമെന്നും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.